ഹലോ. സോ ഞാനങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടുന്ന ഒരാളല്ല, അപ്പം അതിൻ്റെതായ കുറച്ച് നെഗറ്റീവ്സ് ഇവിടെ ഉണ്ടാവും. ഇനി ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടണോ വേണ്ടോ എന്നൊക്കെ ഞാൻ കുറേ ചിന്തിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ, പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ്, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ. കാരണം കുറേ പേര് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനും ഫോളോ ചെയ്യുന്നൊരു ഷോ ആണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഷോയിൽ നിങ്ങൾ ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? ഞാൻ എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മാറി തിരിഞ്ഞും വന്നു. ഞാൻ ഫസ്റ്റ് കുറേ നാള് സപ്പോർട്ട് ചെയ്യുന്ന ബിന്നിനെ ആയിരുന്നു. പിന്നെ ലക്ഷ്മി മാം വന്നപ്പോൾ ലക്ഷ്മിക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് ഞാൻ വോട്ട് ചെയ്യായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന വ്യക്തികളാണ്. എനിക്ക് അവരുടെ ഗെയിം ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാബുമാന് വോട്ട് ചെയ്തു. അത് ചുമ്മാ സാബുമാനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാബുമാനെ വോട്ട് ചെയ്തു. അതിന്റെ കൂടെ എനിക്ക് അനുമോളെയും എനിക്ക് ഇഷ്ടമാണ്. ലാസ്റ്റ് വീക്കിൽ ഞാൻ ഫുൾ അനുമോൾക്കാണ് വോട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു അനുമോൾ ഹേറ്റേഴ്സ് പോലും ചിലപ്പം ഈ ഒരു വീക്കിൽ അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാനൊരു സീസൺ 3 തൊട്ട് ഏകദേശം സീസൺ 1 ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ സീസൺ 3 തൊട്ട് ഏകദേശം ഞാൻ കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. സീസൺ 4 ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ക്ലോസ്ലി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സീസൺസ് ഉള്ളതിൽ ഐ നെവർ seen a season where the re-entry contestants were targeting one individual. അതായത് ഫൈനലിസ്റ്റുകളിൽ ഒരാളെ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഒരു സീസണിലും. ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. സത്യം പറയുമല്ലോ, കഴിഞ്ഞ 3 എപ്പിസോഡ്സ് അത് കാണാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവർ വന്ന് ഇത്രയൊക്കെ അറ്റാക്ക് ചെയ്തു, PR ആണ്, ഒരിക്കലും വിൻ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെയുള്ള ബാക്കിയുള്ളവർ കാണിക്കുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, there will be one sect of the audience who will be like, അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യും, നിങ്ങൾ ഇത്രയൊക്കെ ബുള്ളി ചെയ്തില്ലേ, അപ്പൊ പിന്നെ they deserve the cup. അത് ഭയങ്കര പൊട്ട ഗെയിം ആയി പോയി നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഓഡിയൻസ് അനുമോൾക്കാണ് ഫൈനൽ വോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അനുമോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് മിക്കവാറും അനുമോള് PR കൊണ്ട് ജയിച്ചതാണ്. ഐ ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് PR. നമ്മളും ലൈവും എപ്പിസോഡ്സും പിന്നെ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അനുമോളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്. പക്ഷെ അവൾ അവളുടേതായ രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അവളുടേതായ ഒരു നന്മ അവൾക്കും ഉണ്ട്. ഇനിയിപ്പം ഇപ്പൊ ഈ ഒരാഴ്ചയിൽ എന്നെ ഏറ്റവും എഫക്ട് ചെയ്ത കാര്യം, പിന്നെ അതുപോലെ എനിക്ക് ഓഡിയൻസിനോട് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദില, നൂറ, ശൈത്യ ഇതുപോലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുമോ? ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എനിക്കത് 100% ഉറപ്പാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കില്ല എന്നുള്ളത്. എന്റെ അനുമോളെ വെറുക്കുന്ന എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. പക്ഷെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് കുലസ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, സത്യം പറഞ്ഞാൽ അവരും ഈ വീക്കിൽ അനുമോക്ക് വോട്ട് ചെയ്തു ഈ അറ്റാക്ക് കണ്ടിട്ട്. സോ ഇമാജിൻ, അനുമോളെ ഇഷ്ടമല്ലാത്ത സുഹൃത്തുക്കൾ കൂടെ അനുമോക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ച. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങള് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഈ ആദിലിനൂറേക്ക് അനുമോക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനത്തെ സുഹൃത്തുക്കൾ കിട്ടുവാണ്, ശൈത്യനെയും ആദിലിനെയും നൂറിനെയും കണക്കത്തെ സുഹൃത്തുക്കളെ കിട്ടുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ അംഗീകരിക്കുമോ അവർ നല്ല സുഹൃത്തുക്കളായിട്ട്? നിങ്ങൾ വിശ്വസിക്കുമോ അവരെ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓഡിയൻസിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് അവരുടെ സുഹൃത്തുക്കളെ കിട്ടിയാൽ നിങ്ങൾ അവരെ വിശ്വസിക്കുവോ? അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുവോ? അങ്ങനത്തെ സുഹൃത്തുക്കളെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എപ്പിസോഡ്സ് കാണാൻ. അത് അനുമോളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇത്രയും ദിവസം ഒരു വീട്ടില് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇത്രയും ആൾക്കാർ അവർക്ക് എതിരാന്ന് കണ്ടപ്പോഴത്തേക്ക് അവരുടെ കൂടെ ചേർന്ന് ചെയ്തൊരു അറ്റാക്ക് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നില്ല ഒരുവിധം മനുഷ്യരായിട്ടുള്ള ജെനുവിൻ ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നിരിക്കും കണ്ടിരിക്കാൻ. പിന്നെ നിങ്ങൾ ഇനി എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ വേറെ പലതും നടന്നു, നമ്മൾ ലൈവ് കാണുന്നുണ്ട്, എപ്പിസോഡ്സ് കാണുന്നുണ്ട്. ഇതിനകത്തൊന്നും നിങ്ങളെ ന്യായീകരിക്കാനുള്ള പോയിന്റ്സ് ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല. കാരണം നിങ്ങൾ അവരെ കുറിച്ച്, അനുമോളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ മാറിപ്പോയിരുന്ന് കരയുകയാണ്. നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ഒറ്റപ്പെടുന്നത് മറ്റൊരാളാണ്, ഫേക്ക് അലിഗേഷൻസ് കേൾക്കേണ്ടി വരുന്നത് മറ്റൊരാളാണ്. എന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് പോയിരുന്നിട്ട് അവളൊന്നും ചെയ്യാതെ തന്നെ ഇരുന്ന് കരയാണ്. സോ അത് നിങ്ങളുടെ ഡ്രാമയാണോ? ആദില, നൂറ അവരുടെയൊക്കെ ഡ്രാമയാണോ? ശൈത്യ കരയുന്നു.
ശൈത്യക്ക് കട്ടപ്പ എന്ന് പറഞ്ഞ പേര് എന്റെ ഓർമ്മയിൽ കൊടുത്തത് വ്ളോഗറാണ് ഫസ്റ്റ് കൊടുത്തത്. അത് ശൈത്യ ഉള്ളിലുള്ളപ്പോ തന്നെ കൊടുത്തതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ശൈത്യക്ക് ഷോയുടെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് ചെയ്ത ഒരു ബീട്രയൽ കണ്ടിട്ടാണ് വ്ളോഗേഴ്സ് ആണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും നിങ്ങൾ കട്ടപ്പ ബിഹേവിയർ എടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ നേരത്തെ നിങ്ങൾക്ക് പേരിട്ടത്. വീണ്ടും നിങ്ങൾ അവിടെ രണ്ടാമത്തെ പ്രാവശ്യം ആ ഹൗസിൽ കയറുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഇമേജ് റീബിൽഡ് ചെയ്തപ്പോ മസ്താനിനെ എല്ലാവർക്കും ഭയങ്കര ഹേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കയറി കഴിഞ്ഞിട്ട് അവരുടെ ചില അവരവിടെ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ ഹൗസിൽ കയറുമ്പോൾ അവർ പെരുമാറുന്നത് വെച്ചിട്ട് പുറത്ത് ജഡ്ജ്മെന്റ്സ് പോകും. നിങ്ങൾ വീണ്ടും കയറിയിട്ട് സെയിം ബിഹേവിയർ ആണ് കാണിച്ചത്. എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ എത്ര ചിരിച്ച് കാണിച്ച് മുമ്പിൽ വന്ന് നിന്ന് വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾ പെരുമാറിക്കഴിഞ്ഞാലും പുറകിൽ ചെന്ന് നിങ്ങൾ എന്ത് പറയും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ വിശ്വാസത്തിൽ എടുക്കാനും പറ്റത്തില്ല. അപ്പം ഓഡിയൻസിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് കൂടുതലും ചോദിക്കാനുള്ളത്. അനുമോളോടുള്ള ഹേറ്റഡ് കാരണം ഈ 3 പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തുമോ? ഇങ്ങനത്തെ സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇങ്ങനത്തെ സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുമോ? സോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുക. എനിക്കൊട്ടും പറ്റില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അടുത്ത വർഷം തൊട്ട് കാണണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഞാനിപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് ഫോളോ ചെയ്യുന്നുള്ളത് കൊണ്ട് ഭയങ്കര ഒരു മോശം സ്പേസ് ആണ്. ലൈക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള, അത് എല്ലാ രീതിയിലും ഇപ്പൊ അനുമോളുടെ ഗെയിമിലാണെങ്കിലും നെഗറ്റിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഈ സീസൺ മൊത്തത്തിലൊരു നല്ല നെഗറ്റീവ് സീസൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അനുമോൾക്കും നല്ല ഹേറ്റഡും സൈബുളിയും ഉണ്ട്. ഇപ്പൊ ഞാൻ ആക്റ്റീവ് ആയിട്ടുള്ള റെഡിറ്റ് ഗ്രൂപ്പ്സും അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ലപോലെ അനുമോൾക്ക്, അതായത് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഹേറ്റ് അനുമോൾ. അവര് കുറേ അനുമോളെ പറയുന്നുണ്ട്. അനുമോൾക്കും ഹേറ്റഡ് ഇല്ലാതെ ഒന്നുമില്ല, നല്ല രീതിയിൽ ഹേറ്റഡ് ഉണ്ട്. ഇങ്ങനൊരു ഷോയിൽ പോകുമ്പോൾ ഹേറ്റഡ് കിട്ടും. പക്ഷെ നോട്ട് സെയിങ് ദാറ്റ് യു ഷുഡ് ടേക്ക് ഇറ്റ് ഓൾ. റെസ്പോണ്ട് ചെയ്യേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. ബ്ലെയിം ചെയ്യേണ്ട ആളുകളെ ബ്ലെയിം ചെയ്യുക. അല്ലാതെ അതിന്റെ ഫ്രസ്ട്രേഷൻ ചെന്ന് ഒരുമിച്ച് കൂടി ആൾക്കൂട്ടാക്രമണം നടത്തിയല്ല അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത്. പിന്നെ ചില സമയത്ത് നമ്മുടെ ഫെയിലിയേഴ്സ് നമ്മൾ ഗ്രേസ്ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയും ജിസയിൽ എത്ര മനോഹരമായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ അനുമോളെ അവിടെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിൽ അത് ജിസയിലിന് മാത്രമാണ്. പക്ഷെ ജിസയിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾ അവരെ കണ്ടുപഠിക്കണം അതില്. സോ യെസ്, അതാണ്. യെസ്, അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ.